നിഗൂഢത നിറഞ്ഞ ആമോസ് അലക്സാണ്ടർ റിവ്യൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. കുറ്റവാളികളെക്കുറിച്ച് അന്വേഷണ പരമ്പര നടത്തുന്ന മേരി ഫിലിപ്പ് എന്ന ജേർണലിസ്റ്റിന്റെ വ്യക്തിജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും നടക്കുന്ന സംഭവ വികാസങ്ങളിലൂടെയാണ് നവാഗതനായ അജയ് ഷാജി സംവിധാനം ചെയ്ത ആമോസ് അലക്സാണ്ടറിന്റെ സഞ്ചാരം. പോക്സോ കേസുകൾ ഉൾപ്പെടെ നിരവധി ലൈംഗിക അതിക്രമ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആമോസ് അലക്സാണ്ടർ എന്ന കൊടും കുറ്റവാളികൾ തനിക്ക് ചില തുറന്നുപറച്ചിലുകൾ നടത്താൻ ആഗ്രഹമുണ്ടെന്നറിയിച്ച് മാധ്യമ സ്ഥാപനത്തിലേക്ക് ഇമെയിൽ അയക്കുന്നു. ആമോസിനെ കേൾക്കാൻ മേരിയും ചാനലിലെ ക്യാമറമാനും യാത്ര തിരിക്കുന്നു. ആ യാത്രയിൽ അവരെ തേടിയിരിക്കുന്നത് എന്താകും? അപകടമോ? അതോ ഇതുവരെ ചുരുളഴിയാത്ത ആമോസ് അലക്സാണ്ടറുടെ കുറ്റകൃത്യങ്ങളിലേക്കുള്ള സൂചനകളോ എന്ന ആകാംക്ഷയിലൂടെയാണ് ചിത്രം പുരോഗമിക്കുന്നത്. താര അമല ജോസഫാണ് മേരിയായി വേഷമിടുന്നത്. മേരിയുടെ കാമുകനായും ചാനൽ ക്യാമറമാനായും അജു വർഗീസും ആമോസ് അലക്സാണ്ടർ എന്ന പ്രതിനായക കഥാപാത്രമായി ജാഫർ ഇടുക്കിയും വേഷമിടുന്നു. താരയും ജാഫർ ഇടുക്കിയും അവരുടെ വേഷങ്ങൾ മികവുറ്റതാക്കുന്നു. ഒന്നിലേറെ അടരുകളുള്ള മേരിയുടെ കഥാപാത്രത്തെ തീവ്രത നഷ്ടപ്പെടാതെ കൈയടക്കത്തോടെ താര സ്ക്രീനിലേക്ക് പകർത്തുന്നുണ്ട്. അടിമുടി നിഗൂഢത ഒളിപ്പിച്ചു വയ്ക്കുന്ന കഥാപാത്രമായി ജാഫർ ഇടുക്കിയും നിറഞ്ഞാടുന്നു. അജു വർഗീസും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലെത്തുന്ന കലാഭവൻ ഷാജോണും കേന്ദ്ര കഥാപാത്രങ്ങൾക്കു മികച്ച പിന്തുണ നൽകുന്നുണ്ട്. ലൈംഗിക അതിക്രമങ്ങൾ നേരിടുന്ന പെൺകുട്ടികളുടെ ജീവിതം കരഞ്ഞു തീർക്കാനുള്ളതല്ലെന്നും പോരാടാനുള്ളതാണെന്നും ഓർമ്മപ്പെടുത്തുന്നു ചിത്രം. ഒരു ആമോസ് അലക്സാണ്ടർ ഒടുങ്ങിയാലും പകരം 1000 ആമോസുമാർ സമൂഹത്തിൽ പുനർജനിക്കുമെന്നും നിതാര ജാഗ്രത ആവശ്യമാണെന്നും ചിത്രം പറഞ്ഞു വെക്കുന്നു. ആമോസ് അലക്സാണ്ടർ എന്ന പേരിലും കഥാപാത്രത്തിലും നിഗൂഢത നിറയ്ക്കാൻ സംവിധായകൻ അജയ് ഷാജിക്കും തിരക്കഥാകൃത്ത് പ്രശാന്ത് വിശ്വനാഥിനും കഴിയുന്നുണ്ടെങ്കിലും സിനിമയിൽ ഉടനീളം ഉദ്യോഗം നിറയ്ക്കാൻ കഴിയാതെ പോകുന്ന ദുർബലമായ തിരക്കഥയാണ് ആമോസ് അലക്സാണ്ടറിൻ്റേത്. ഒരേ സമയം നായികയുടെ കഥാപാത്രങ്ങളിലേക്കും പ്രതിനായകന്റെ കുറ്റകൃത്യങ്ങളിലേക്കും പ്രതികാരത്തിലേക്കുമെല്ലാം പല രീതിയിലേക്ക് സിനിമ സഞ്ചരിക്കുമ്പോൾ ഫോക്കസ് നഷ്ടപ്പെടുന്നു. ക്ലൈമാക്സിൽ നായിക ശക്തി പ്രാപിക്കുന്നുണ്ട്. എന്നാൽ ആന്റി ക്ലൈമാക്സിൽ ലൈംഗിക വൈകല്യമുള്ള പ്രതിനായക കഥാപാത്രത്തെ ഹീറോയാക്കി അവതരിപ്പിക്കുന്ന പ്രഖ്യാപനം അപകടകരമായി അനുഭവപ്പെടുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.